ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുട്ടികളുടെ കരച്ചിലിനെ പറ്റി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല, കാരണം ഭയങ്കര കരച്ചിലായിരുന്നു മോള്. അപ്പം എല്ലാ മക്കളോടും കൂടെ പറയണം, നിങ്ങളുടെ അമ്മമാർക്ക് ഒത്തിരി കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നത്. അപ്പോൾ അവരെ എപ്പോഴും റെസ്പെക്റ്റോടെ സ്നേഹത്തോടെ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം ഞാൻ പറയാൻ വന്നത്, ഒരു കുട്ടികൾ കരയുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ കരയാം. ഏറ്റവും ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വിശന്നിട്ടാവും കുട്ടി കരയുക. അപ്പം ആ ഫീഡിങ് ക്യൂസ് നമുക്ക് കാണാൻ പറ്റും. അത് കൈ വായിൽ കയറ്റുക, ഇങ്ങനെ നുണയുന്ന പോലെ കാണിക്കുക, അങ്ങനെയൊക്കെ കാണിക്കുന്നത് അവർക്ക് വിശക്കുമ്പോഴാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫീഡ് ചെയ്യുക. മിക്ക ഒരു 90% കുട്ടികളും ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓക്കെ കാണും, വിശന്നിട്ടാവും അവർ കരയുക. പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡയപ്പറോ തുണിയോ എന്താണെന്ന് വെച്ചാൽ അത് നനഞ്ഞിട്ടാവും ചിലപ്പോൾ ഒരു കരയുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഫീസസ് പാസ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ആയിരിക്കും മെജോറിറ്റി കേസസും. എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആദ്യം കുട്ടീനെ നമ്മൾ അൺഡ്രസ് ചെയ്യുക, അതായത് ഫുൾ ഡ്രസ്സും ഡയപ്പറും എല്ലാം മാറ്റിയിട്ട് ഫുൾ ഒന്ന് എക്സാമിൻ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചിലപ്പോൾ എന്തെങ്കിലും ജീവികൾ കടിച്ചിരിക്കുന്നതാവാം, വല്ല ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, എന്തെങ്കിലും ജീവി വല്ലതും കളിക്കുന്നതാവാം. അപ്പോൾ നമ്മൾ ഫുൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കുട്ടീനെ ഫുൾ ദേഹം മൊത്തം നോക്കാം, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. പിന്നെ ചെവിക്കകത്ത് നോക്കുക, കാരണം അവർക്ക് പറയാൻ പറ്റില്ല, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവർക്ക് കരഞ്ഞ് കാണിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചെവിക്കകത്ത് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ചെവിക്കകത്ത് പ്രാണിയൊന്നും കയറിയിട്ടില്ലല്ലോ, വേറെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ, ചെവി എക്സാമിൻ ചെയ്യുക. പിന്നെ കണ്ണ് നോക്കുക, മൂക്കിൻ്റെ അകത്ത് നോക്കുക, വായിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ ശ്വാസമൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ശരീരം നീല നിറമാവോ അങ്ങനത്തെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം ശരീരം മൊത്തം എക്സാമിൻ ചെയ്യുക. എന്നിട്ട് കരച്ചിൽ നിർത്തുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പീഡിയാട്രീഷ്യനെ അടുത്ത് എത്തേണ്ടതാണ്. അപ്പം ഇൻസസൻറ്റ് ക്രൈ എന്നാണ് നമ്മൾ ഈ അവസ്ഥേനെ പറയുക, അതായത് നിർത്താതെ ഉള്ള ഈ കരച്ചിലിന്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കുട്ടി ഇങ്ങനെ ഭയങ്കര കരച്ചിലായിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്ന കുട്ടികൾ തന്നെ ആ യാത്രയിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും കുട്ടികൾ കരച്ചിൽ നിർത്തി ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പം പലപ്പോഴും നമുക്ക് കാഷ്വാലിറ്റിന്ന് ഇടിയിൽ നിന്ന് കോൾ വരുമ്പം ഇടിയിൽ ഇൻസസൻറ്റ് ക്രൈ ആയിട്ടൊരു ബേബി വന്നിട്ടും ചിലപ്പോൾ ബേബി സുഖമായിട്ട് ഉറങ്ങുമായിരിക്കും. നമ്മൾ അമ്മയോട് ചോദിക്കും, ഈ കുട്ടീനെയാണോ നിങ്ങൾ കരച്ചിലെന്ന് പറയുമ്പോൾ ഡോക്ടറെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഭയങ്കര കരച്ചിലായിരുന്നു, ഇപ്പോൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ. അത് മേ ബി കുട്ടിക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ, നമുക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വരത്തില്ല, അത് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് പുറത്തുനിന്ന് ഇറങ്ങി കാറ്റൊക്കെ കൊണ്ടപ്പം കുട്ടി ഓക്കെ ആയതാവാം. ചില കുട്ടികൾ എന്നാലും കരച്ചിൽ നിർത്തുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മിക്കവാറും അത് കോളിക്കി പെയിൻ എന്ന് പറയും, അതായത് വയറിൽ ഗ്യാസ് പോലെ വന്നിട്ടുള്ള പെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള ഡ്രോപ്സ് കൊടുക്കും. അപ്പോഴത്തേക്കും ഡ്രോപ്സ് കൊടുത്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും. ഡ്രോപ്സ് കൊടുത്തിട്ട് ഫീഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടി ഓക്കെ ആവും. ഇങ്ങനെ നമുക്ക് ഇൻസസൻറ്റ് ക്രൈ എന്ന് വരുന്ന കേസസിൽ 90% അപ്പോൾ ഓക്കെ ആവുകയാണ്. ഇനി ഇതിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻഡുസെസപ്ഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് യൂഷ്വലി കാണുന്നത് വീനിങ് ഏജിലാണ്, അതായത് 9 മാസം, ആ ഒരു 9 മാസമാണ് യൂഷ്വലി കാണുന്നത്. 6 മാസം നമ്മൾ മുലപ്പാൽ മാറ്റി മറ്റ് പുതിയ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഇൻഡുസെസപ്ഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകുന്നത്. അതായത് കുടൽ ഉള്ളിലേക്ക് കയറുക, അത് ഇങ്ങനെ ഇരിക്കുന്ന കുടൽ ഒരു ഭാഗം ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറി പോവുക, ഇതിനെയാണ് ഇൻഡുസെസപ്ഷൻ. സിമ്പിളായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അതായത് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രീൻ്റെ ഒരു ട്യൂബ് അല്ലേ, ഇങ്ങനെ ട്യൂബായിട്ടിരിക്കുവാണ്. അപ്പം ഒരു പാർട്ട് മറ്റേൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറിപ്പോവും, കണ്ടോ. അപ്പം നമ്മളിത് ഭയങ്കര വേദനയായിരിക്കും. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല, പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഭാഗത്ത് ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് കുടൽ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ, സർജറി വരെ ചെയ്യേണ്ട അവസ്ഥ വരും. സോ അതുകൊണ്ട് ഇൻഡുസെപ്ഷൻ എന്നൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. അത് കുട്ടീനെ സ്റ്റേബിൾ അല്ലാതായാലും മരണത്തിലോട്ട് വരെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്ക് ശ്വാസം മുട്ട് വരികയും മറ്റ് കരച്ചിലും വൈറ്റൽസൊക്കെ, BP കുറയുക, ഹാർട്ട് റേറ്റ് പോവുക, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും. ഞങ്ങൾക്ക് ഒരു കേസ് അങ്ങനെ ഉണ്ടായിരുന്നു, EDയിൽ ഇൻഡുസെപ്ഷനായിട്ട് വന്നിട്ട് കുട്ടീനെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടി ഗ്യാസ്പ് ചെയ്ത് കുട്ടി ഡെത്തായി. അപ്പോൾ ഇൻഡുസെപ്ഷൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് കെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഇൻഡുസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡുസെപ്ഷൻ ആണെങ്കിൽ നമ്മൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ വയറിൽ നമുക്കൊരു സ്വെല്ലിങ് കിട്ടാറുണ്ട്. പിന്നെ ചിലപ്പം വയറ്റിൽ നിന്ന് പോകുന്നതിൽ രക്തം കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കുട്ടി ഇങ്ങനെ നിർത്താത്ത കരച്ചിലായിരിക്കും. അപ്പോൾ എമർജൻസി ആയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ക്ലിനിക്കലി നമുക്ക് സസ്പെക്ട് ചെയ്യാം. ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ റേഡിയോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് നേടുന്നു, അൾട്രാസൗണ്ട് അബ്ഡോമൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇൻഡുസെപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ ഇൻഡുസെപ്ഷനും 100% നമുക്ക് സ്കാനിങ് കണ്ടുപിടിക്കണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് തനിയെ ഇങ്ങനെ വിട്ടുമാറും. അപ്പോഴത്തേക്കും നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് വിട്ടുമാറിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇത് വീണ്ടും വരികയും ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു
സ്കാൻ എടുത്തു, അതിൽ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വീട്ടിൽ എത്തുമ്പോൾ വീണ്ടും കരച്ചിലാണ്, ചിലപ്പോൾ വീണ്ടും തിരിച്ച് കയറിയതാവാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കാൻ എടുക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ പീഡിയാട്രിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിനെ കൺസൾട്ട് ചെയ്യും. അവരാണ് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അവരാണ് ഇതൊരു OT പ്രൊസീജിയർ ആയിരിക്കും. OTയിൽ കയറിയിട്ട് ഒരു സലൈൻ റിഡക്ഷൻ എന്നൊരു പ്രൊസീജിയറാണ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി അതാണ് ചെയ്യുന്നത്. ആ പ്രൊസീജിയർ ചെയ്തിട്ട് നമ്മൾ ICUയിൽ ഒബ്സർവ് ചെയ്തിട്ട് കുട്ടി ഓക്കെ ആണെങ്കിൽ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യാറ് നോർമൽ കേസസിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിസിസെപ്ഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ റെക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഒരിക്കൽ വന്നാൽ പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് നമ്മൾ മറക്കരുത്. ഒരിക്കൽ വന്നും പറഞ്ഞ് പിന്നെ ഒരിക്കലും വരില്ല, അങ്ങനെ ഇല്ല. സോ അതാണ് ഇൻഡിസെപ്ഷൻ. ഇത്രയാണ് നമ്മൾ ഇൻസിഷൻ ക്രൈയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒന്ന് ചോക്കിങ്, അതായത് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഒത്തിരി ന്യൂസസ്, ഇറ്റ്സ് എ സാഡ് ന്യൂസ് അല്ലേ, ഈ നവജാത ശിശു തൊണ്ടയിൽ മുലപ്പാൽ കുരുങ്ങി ഡെത്താവുന്ന ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. അതായത് പാല് ഉള്ളിലേക്ക് കയറിപ്പോകുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ടത് സംഭവിക്കാം. ചിലപ്പം കിടന്ന് ഫീഡ് ചെയ്യുമ്പം അമ്മ ഉറങ്ങിപ്പോവും, ഇപ്പം കുട്ടിക്ക് ശ്വാസം വിടുമ്പോൾ പെട്ടെന്ന് അമ്മയ്ക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ ഉള്ള പൊസിഷൻ, അങ്ങനെ അതെല്ലാം നമുക്ക് വെച്ചിട്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുട്ടീനെ കമഴ്ത്തി കിടത്തി പെട്ടെന്ന് തന്നെ പുറത്ത് തട്ടി കൊടുക്കുക. അതുകൊണ്ട് സംശയം നമുക്ക് സ്ട്രൈക്ക് ആണെങ്കിൽ 1 മിനിറ്റ് പോലും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം തന്നെ നമ്മൾ കമഴ്ത്തി കിടക്കുക, തുളത്ത് തട്ടുക. നമ്മളത് അപ്പം തന്നെ നമ്മൾ ആക്ട് ചെയ്തിരിക്കണം. അല്ലാതെ നമ്മൾ പാനിക് ആവുകയോ നമ്മൾ വിറയ്ക്കുകയോ അല്ലെ ആൾക്കാർ അമ്മ അച്ഛ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അത് അപ്പം തന്നെ ആരുടെ കയ്യിലാണ് കുട്ടിയുള്ളത് അപ്പം തന്നെ കുട്ടിയെ കമഴ്ത്തി കിടത്തുക, പുറത്ത് തട്ടി കൊടുക്കുക. അതിൻ്റെ നല്ല ഡെമോൺസ്ട്രേഷൻ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. അപ്പോൾ എല്ലാവരും അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട്, കുട്ടികളുള്ള വീട്ടിൽ അതൊക്കെ ജസ്റ്റ് കണ്ടിരിക്കേണ്ടത് നല്ലതാണ്. വലിയവരുടെ കേസിലും ഒത്തിരി ചോക്കിങ് കേസസ് ഉണ്ട്. ഹീംലിച്ച് മാനുവർ എന്നൊരു മാനുവറാണ് നമ്മളതിൽ ചെയ്യുന്നത്. അതും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ബേസിക് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്കൂൾസിൽ കുട്ടികളെ കുറേ സംഭവങ്ങൾ പഠിപ്പിക്കുന്നതിനൊപ്പം ബേസിക് കാര്യങ്ങൾ സ്കൂളുകളിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ ഈ CPR കൊടുക്കുക, നമ്മുടെ ഈ ഹീംലിച്ച് മാനുവർ, പിന്നെന്താ സ്വിമ്മിങ്, ഇതൊക്കെയാണ് ശരിക്കും സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത്. അപ്പം സ്കൂളിലെ കരിക്കുലത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഇതോടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഇടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ഏത് സ്കൂളാണെന്ന് ഞാൻ മറന്നുപോയി, കാലിക്കട്ടോ ആ ഒരു സൈഡിലോട്ടാണ് 3 കുട്ടികൾ, സ്കൂൾ കുട്ടികളാണ്, റോഡിൽ നടന്നു വരുമ്പോൾ ഒരാൾ വീഴുകയും ശ്വാസമില്ലാതെ തോന്നുകയും ആ കുട്ടികൾ സ്കൂൾ കുട്ടികൾ 7th or 8th I think അവർ CPR കൊടുത്ത് അവരെ രക്ഷിക്കുകയാണ്. ആ തളർന്നു വീണ അവരുടെ ഒരു ആക്ഷൻ കൊണ്ട് അവിടെ ഒരു ജീവൻ കിട്ടി. അപ്പോൾ ആ കുട്ടികളെ രാവിലെ പഠിപ്പിച്ച സാറ് മീഡിയയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര പ്രൗഡായിട്ട്. കാരണം രാവിലെ പഠിപ്പിച്ചെങ്കിലും കുട്ടികളത് വൈകിട്ട് തന്നെ പ്രാക്ടിക്കലാക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ഒത്തിരി നമ്മുടെ ചുറ്റും എത്രയോ പേരാണ് കുഴഞ്ഞു വീണ് മരിക്കുന്ന ന്യൂസസ് നമ്മൾ പത്രത്തിൽ ഒത്തിരി വായിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ CPR എന്നുള്ള പ്രൊസീജിയർ അറിയാമെങ്കിൽ നമുക്ക് ആ കുഴഞ്ഞു വീണ് മരിക്കുന്ന കേസസിൽ ഒരു 90% ആൾക്കാരെ നമുക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പിന്നീട് ആംബുലൻസ് ഒക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമുക്ക് വിലപ്പെട്ട ഗോൾഡൻ മിനിറ്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും തീർച്ചയായും. അപ്പോഴത്തേക്കും അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും നമുക്ക് ആഡിക്വേറ്റ് ടൈം ആ ഒരു കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് കുറേ ടൈം വേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ അടുത്ത സിസ്റ്റം അങ്ങനെയാണ്. ആദ്യം കുഴഞ്ഞു വീഴുമ്പോൾ ആരും മൈൻഡ് ചെയ്യില്ല, മദ്യപിച്ച് കിടക്കുന്നതാണെന്ന് വിചാരിക്കും. പിന്നെ ആരെങ്കിലും വന്ന് പോലീസിനെ വല്ലതും വിളിച്ച് പിന്നെ ആംബുലൻസൊക്കെ എത്തി ഹോസ്പിറ്റലിലെത്തി അപ്പോഴേക്കും നമുക്ക് സമയം വൈകിയിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും ഈ CPR എന്നുള്ള പ്രൊസീജിയർ അറിയാമെങ്കിൽ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് CPR കൊടുത്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. CPR കൊടുത്ത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. അതുപോലെ സ്വിമ്മിങ് എല്ലാവരും പഠിപ്പിച്ചിരിക്കേണ്ട വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഡ്രൗണിങ് കേസസ്, എൻ്റെ ഹസ്ബൻഡ് ഒരു ഫോറൻസിക് സർജനാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് വരുന്നത് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, പിന്നെ ഈ ഡ്രൗണിങ് ഒത്തിരി കേസസ് വരാറുണ്ട്. അപ്പം സ്വിമ്മിങ് എല്ലാവർക്കും അറിയാമെങ്കിൽ ഈ ഡ്രൗണിങ് ഡെത്ത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ് അല്ലേ. സോ എല്ലാ സ്കൂളുകളിലും എല്ലാ കുട്ടികളെയും സ്വിമ്മിങ് പഠിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. CPR, സ്വിമ്മിങ്, പിന്നെ ഫസ്റ്റ് എയ്ഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മോക്ക് ഡ്രിൽസ് പോലെ ചെയ്യുന്നത്, പിന്നെ ഈ ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സ് എല്ലാം പഠിപ്പിക്കുക, ആംബുലൻസ്, പോലീസ്, അവരുടെ എല്ലാം എമർജൻസി നമ്പേഴ്സ് എല്ലാം കുട്ടികളെ പഠിപ്പിക്കുക. ഇങ്ങനെ വേണ്ട ബേസിക്സ് ആണ് ശരിക്കും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതുപോലെ ഈ ചോക്കിങ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടിൽ കുഞ്ഞ് ഒത്തിരി വലിയവർക്കും ഡെത്ത്സ് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ മദ്യപിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ ഫുഡ് പാർട്ടിക്കിൾസ് തൊണ്ടയിൽ കുരുങ്ങാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം മദ്യപിക്കുമ്പോൾ നമുക്ക് ഗ്യാഗ് റിഫ്ലക്സ് ഒക്കെ കുറവായിരിക്കും. നോർമലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങിയ
കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ചുമയ്ക്കും അല്ലേ, ചുമച്ച് ആ ഫുഡ് പുറത്തോട്ട് എക്സ്പെൽ ചെയ്യാനുള്ള ഒരു നോർമൽ റിഫ്ലക്സ് നമുക്കുണ്ട്. അപ്പോൾ മദ്യപിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഗ്യാഗ് റിഫ്ലക്സ് ഇല്ലാതാവുകയാണ് അവിടെ. അപ്പോൾ ആ ചുമച്ച് പുറത്ത് കളയാനുള്ള നോർമൽ റെസ്പോൺസ് ഉണ്ടാവില്ല. സോ അങ്ങനെ ചോക്കിംഗ് മൂലം മരണം വരെ സംഭവിക്കുന്ന ഒത്തിരി കേസസ് ഉണ്ട്. സോ ഈ ഒരാൾ ചോക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ബേസിക് കാര്യം എന്താണെന്ന് എല്ലാവരെയും പഠിപ്പിച്ചാൽ നമ്മൾ ഹോട്ടൽസിലോ അല്ലെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സിനെ തന്നെ ആക്ട് ചെയ്യാനും അവരുടെ ജീവൻ രക്ഷിക്കാനും സാധിക്കുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒത്തിരി വേറെ കൺട്രീസിലൊക്കെ സ്കൂളുകളിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മുടെ സിലബസിലും ഇതൊക്കെ വരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.